വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട നടി മധുബാല ഇതാ സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. മലയാളി പ്രേക്ഷകരുടെ തന്നെ പ്രിയപ്പെട്ട താരമായ മധുബാല ഇത്രയും നാളും മലയാളത്തിൽ അഭിനയിക്കുന്നില്ല എന്നതായിരുന്നു മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാതി. എന്നാൽ ആ പരാതിയെല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് മധുബാല ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. കന്നഡയിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്യുമ്പോഴും മലയാളം എന്നായിരുന്നു സംസാരം. ഇപ്പോൾ ഇതാ ഇന്ദ്രൻസിനോടൊപ്പം തന്നെ മലയാളത്തിലേക്ക് നടി മധുബാല തിരിച്ചെത്തുകയാണ്. മധുബാല എന്ന നടിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മധുബാലയുടെ ചിത്രം വൈറലായതിന് പിന്നാലെ തന്നെ ഇതേതാണ് ചിത്രം എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തുന്നത്. മധുബാല ഏത് സിനിമയിലൂടെയാണ് ഇനി തിരികെ വരാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇടവേളയ്ക്ക് ശേഷമായി വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഇന്ദ്രൻസിനൊപ്പമാണ് മധുബാലയുടെ രണ്ടാം വരവ് ഇപ്പോൾ നടക്കുന്നത്. വാരണാസിയിൽ വെച്ചാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നും അറിയുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങിന്റെ ചിത്രങ്ങളിലാണ് മധുബാല ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായി മാറിയിരിക്കുന്നത്. മധുബാല തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്. ആരാധകരൊക്കെ തന്നെയും ഞാൻ വന്നു എന്ന് അറിയണമെന്ന് മധുബാലയ്ക്ക് തന്നെയായിരുന്നു ആഗ്രഹം. തന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് പലരും തന്നെക്കുറിച്ച് കാണുമ്പോഴുമൊക്കെ ചോദിക്കുമായിരുന്നു. മറ്റുള്ള ഇൻഡസ്ട്രികളിലൊക്കെ അഭിനയിക്കുമെങ്കിലും മലയാളത്തിലേക്ക് എന്നാണ് തിരികെ വരുന്നതെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അങ്ങനെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരമായി തന്നെ ഞാൻ എത്തുകയാണ് എന്നാണ് മധുബാല അറിയിച്ചത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു നടി തന്നെയാണ് മധുബാല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് മധുബാലയുടെ തിരിച്ചുവരവ് അത്രമേൽ പ്രേക്ഷകർ ഇപ്പോൾ ആഘോഷമാക്കുന്നത്. പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ ആഘോഷമാക്കി എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. റോജ എന്ന ചിത്രമാണ് തന്റെ കരിയറിൽ വഴിത്തിരിവായി മാറിയതെന്ന് എപ്പോഴും നടി പറഞ്ഞിട്ടുണ്ട്. റോജയുടെ ഒരു പ്രത്യേക സ്നേഹം അതുകൊണ്ട് തന്നെ നടിക്കുണ്ടെന്നും പറയാം. റോജ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നതും നടി മധുബാല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ മധുബാലയുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് നമുക്കും പറയാൻ സാധിക്കുന്നു. മലയാളി പ്രേക്ഷകരുടെ അഭിമാനമായി തന്നെ നിരവധി കഥാപാത്രങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ലെങ്കിലും വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. എന്റെ നാരായണിക്ക് എന്ന ഷോർട്ട് ഫിലിമിന് ശേഷമായി വാർഷ വാസുദേവൻ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കുന്നത് വർഷ തന്നെയാണ്. ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാരണാസിയിൽ അസിഘട്ടിൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പൂജ ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. മധുബാലയാണ് വിളക്ക് തെളിയിച്ചതും. സിനിമയിലെ കാര്യങ്ങളെല്ലാം തന്നെ തനിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ഡ്രസ്സിങ്ങും മേക്കപ്പും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ പ്രായത്തിലെ താൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിരുന്നുവെന്നും നടി ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് അഹങ്കാരി എന്ന തരത്തിലുള്ള ഇമേജ് വന്നതെന്നും പറയുന്നുണ്ട്. സിനിമയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ആളുകൾ നല്ലത് പറയും, അതിന് കാരണം എന്റെ കഴിവായിരുന്നുവെന്നും അന്നത്തെ ധാരണ എന്നാണ് താൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് മിഥ്യാധാരണ തനിക്കുണ്ടായിരുന്നു. വളരെ ചെറുതിലെ സിനിമയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളും തന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെയും ഇപ്പോൾ പാടെ മാറി. ഇപ്പോൾ ഞാൻ എന്തിനാണ് അന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചതെന്ന് പോലും തോന്നിപ്പോകുന്നു എന്നാണ് മധുബാല പറയുന്നത്. മധുബാലയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നിരവധി പേർക്ക് തന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ മധുബാലയ്ക്കുണ്ട് എന്ന് മനസ്സിലായി എന്നും ഉടൻ തുറന്നു പറയട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.